ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ഇവിടെ കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇത് ദൈവത്താൽ സംഭവിച്ചു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ദേശത്തെ നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. ഈ ദേശത്തെ അവകാശമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനായിട്ട് ഒരു വലിയ പ്രവൃത്തിയാണ് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലെങ്കിൽ ഒരു വലിയ വേലയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ദൈവം നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരിട്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം നമുക്ക് Acts chapter 14 verse 22. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർ മതി. ഈ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ച് പോകുന്നു. ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പ് ദൈവം അയച്ച യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് മറ്റൊന്നുമല്ല, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. കർത്താവായ യേശു ക്രിസ്തു വന്ന് വിളിച്ചു പറഞ്ഞ ശബ്ദവും അത് തന്നെയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് നിയോഗിച്ച് അയച്ചപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്, സ്വർഗരാജ്യം പ്രസംഗിക്കുവീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ് സ്വർഗരാജ്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുക. നമ്മെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് അതിന്റെ പ്രവർത്തിക്കാണ്. അപ്പോൾ ഒരു രാജ്യം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നാം ആയിരിക്കുന്ന മറ്റൊരു രാജ്യം വിടേണ്ട ആവശ്യമുണ്ട്. ഇവിടെ വന്ന് സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോൾ ഒരു ഓത്ത് എടുക്കാറുണ്ട് നമ്മളെല്ലാവരും. ഞാൻ ആ ഓത്ത് എടുത്ത സമയത്ത് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം അത് വായിച്ചു നോക്കിയപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. നാം ഇതിനു മുമ്പുണ്ടായിരുന്ന രാജ്യത്തെയും ആ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അധികാരികളെയും എല്ലാം തള്ളി പറഞ്ഞിട്ടാണ്, റിനൗൺസ് ചെയ്തിട്ടാണ് ഈ രാജ്യത്തിന്റെ പൗരനായത്. ഞാൻ അതൊരു പ്രാവശ്യം പറഞ്ഞപ്പം ഒരാൾ പറഞ്ഞു ഞാൻ ആ ഓത്ത് പറഞ്ഞില്ലായിരുന്നു എന്ന്. അത് അതിനെക്കാട്ടി വലിയ കുഴപ്പമാണ്. നമുക്ക് നമ്മളെ ജനിച്ചു വളർന്ന രാജ്യത്തെ തള്ളി പറയാതെ, റിനൗൺസ് ചെയ്യാതെ ഈ രാജ്യത്തിന്റെ പൗരനാകാൻ കഴിയുകയില്ല. നമ്മളൊക്കെയും ജനിച്ച് ആദാമി സന്തതിയായി വളർന്നു വന്നത് ഈ ലോകരാജ്യത്തിലാണ് ജനിച്ചു വീണത്. ആ രാജ്യത്തെ തള്ളി പറയാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്, ഇരുത്തോണിയിൽ കാല് വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ല. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിൽ ലോകരാജ്യത്തെ പരിപൂർണമായി വിട്ടിട്ട് ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്ന ജീവിതങ്ങളെ കണ്ടേ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് പ്രകാരമാണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ താൻ ത്യജിക്കണം, തനിക്കുള്ളതൊക്കെയും വിട്ട് തന്നെ അനുഗമിക്കണം. അത് കർത്താവിന്റെ കോള്. ദൈവം വിളിച്ചത് ആ രീതിയിലാണ് വിളിച്ചത്. കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാർ ആ രീതിയിലാണ് അനുഗമിച്ചത്. കാലങ്ങൾക്ക് മുമ്പ് ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ്, അപ്പോസ്തല പ്രവൃത്തികൾ എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നടന്നതുപോലുള്ള ദൈവപ്രവൃത്തി നടക്കുന്നില്ല? അതിനുവേണ്ടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആയിരിക്കുന്ന US-ലുള്ളായിരിക്കുന്ന അമേരിക്കൻ ചർച്ചസിലെ കുറെ പാസ്റ്റേഴ്സ് എല്ലാം കൂടെ ചേർന്നിരുന്ന അതിനെക്കുറിച്ച് കുറെ ദിവസം മാറിയിരുന്ന് ഡിസ്കസ് ചെയ്തു. പല ഡിബേറ്റ് വന്നു, അവസാനം ആൻസർ കിട്ടാതെ പോയി. അതിനകത്തുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, അപ്പോസ്തലന്മാര് ജീവിച്ചതുപോലെ ജീവിക്കാതെ എങ്ങനെ അപ്പോസ്തല പ്രവൃത്തികൾ നടക്കും? ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന പൊതുവരുത്ത ജീവിതത്തില് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പാതയിലേക്ക് ദൈവമക്കളായിരിക്കുന്ന നാം വന്നേ പറ്റും.
അങ്ങനെ മാത്രമേ യഥാർത്ഥമായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തുള്ളൂ. അതിന് വലിയൊരു ത്യാഗ ജീവിതമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ലോകത്തെ ഒരു കയ്യിലും പിടിച്ച് ദൈവരാജ്യവും കൂടെ ആക്സസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല. അത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വിഷയം. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവർ പടക് വിട്ടു, അവിടെ അപ്പനെയും അമ്മയും വിട്ടു, വീട് വിട്ടു, വലയും ഒക്കെ വിട്ട് കർത്താവിനെ അനുഗമിച്ചു. ഇന്ന് നമ്മൾ അത് ചിന്തിച്ചാൽ നമ്മൾ പറയുന്നതൊരു ഭോഷത്വമാണ്. അങ്ങനൊക്കെ ഈ കാലഘട്ടത്തിൽ സാധിക്കുമോ? കർത്താവിന്റെ മാർഗം എല്ലാ കാലത്തും ഭോഷത്വം തന്നെയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ മാർഗം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചു എന്നാണ്. ശിശുക്കൾക്കും മുലകുടിക്കുന്നവർക്കും വെളിപ്പെടുത്തി കൊടുത്തു. യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിന്റെ പൈതലാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ആകണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഭോഷനായി തീർന്നാലേ ക്രിസ്ത്യാനിയാകാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മളോട് ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്രകാരം ചിന്തിച്ചു. ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട്. ഒരു സൈഡിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു സൈഡിൽ ഒരു സ്വർണ്ണ വിഗ്രഹം, അല്ലെ, ഒരു ബിംബം. ഇന്ന് നമ്മുടെ മുമ്പിൽ അക്ഷരീയമായിരിക്കുന്ന ബിംബമില്ല, പക്ഷെ ലോകത്തിൻ്റെതായിരിക്കുന്ന സകല മോടിയും മഹത്വം നമ്മുടെ മുമ്പിൽ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം പറയുന്നു, നീ വീണ് അതിനെ നമസ്കരിക്കണം. ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ മുമ്പിൽ ആ കൂടെ ഒരു പ്രമാണം അവർക്കറിയാം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാവരുത്, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. ഇത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നല്ലതുപോലെ. അതിന്റെ വെളിച്ചത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കത്തില്ല. ഒരു വലിയ വിശ്വാസത്തിന്റെ സ്റ്റാൻഡാണ് എടുത്തത്, അല്ലെ? എബ്രായ ലേഖനകർത്താവ് നമ്മളോട് പറയുന്നു, വിശ്വാസത്താൽ ചില ജീവിതങ്ങൾ തീയുടെ ശക്തിയെ കെടുത്തിയ ഒരു വിശ്വാസത്താൽ അവിടെ നിന്നു. മക്കളെ, വിശ്വാസത്താൽ നാം സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴല്ലോ പിശാച് അടങ്ങിയിരിക്കത്തില്ല. അന്ന് വരെ തീക്ക് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും 7 ഇരട്ടി തീ അവിടെ കൂട്ടുവാനായിട്ട് ഇടയായി. പക്ഷെ തീയുടെ ശക്തി കണ്ടുകൊണ്ടല്ല ഇവര് ഈ അപ്രഖ്യാപനം നടത്തിയത്. അവര് ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട്, അവരെ വിടുവിക്കുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ട്. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു കാര്യം വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയുകയില്ല. നമ്മുടെ ദൈവം പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. കർത്താവ് വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വിടുവിക്കും. നമ്മുടെ കർത്താവിന് ഭോഷ്ക് പറയാൻ കഴിയുകയില്ല. ഈ ലോകം എന്തൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ ദൈവത്തിന്റെ വചനം സത്യമാണ്. അത് നിലനിൽക്കുന്നതാണ്, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരികയില്ല. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ജീവിതങ്ങളിലാണ് ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് പോകുന്നത്. ലോകത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനെതിരായിട്ട് നിൽക്കുമ്പോഴും ഒരു ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. ശദ്രക് മേശക് അബേദ്നെഗോവിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, അവർ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് ഇറങ്ങി വന്നതാണ്. ഈ കാലഘട്ടത്തിലും അതുപോലെ നിൽക്കുവാൻ നാം തയ്യാറായാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം സേവിക്കുന്നത്. അബ്രഹാം വിളിച്ച അതേ ദൈവത്തെ ആ നാമം വിളിക്കുന്നു. ഇസഹാക്ക് വിശ്വസിച്ച അതേ ദൈവത്തെ ആ നാമം വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് സേവിച്ച ദൈവത്തെ തന്നെ ആ നാമം സേവിക്കുന്നത്. ആ ദൈവത്തിന്റെ ശക്തി കുറുതായി പോയിട്ടില്ല. ആ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും വിശ്വസിക്കുന്ന ജീവിതങ്ങളാല് ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഒരൊറ്റ കാര്യം അവരോട് പറഞ്ഞത്, വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ദൈവം കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുത്തരും. ദൈവം സൂക്ഷിച്ചു നോക്കുക. എന്താ ദൈവം നോക്കുന്നതെന്ന് അറിയാമോ? നാം വിശ്വസിക്കുന്നുണ്ടോ? അല്ല, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ അത് വിലയേറിയത്. ദൈവത്തിന് അറിയണം ആര് എനിക്ക് വേണ്ടി നിൽക്കുമെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. എന്താ കാരണം എന്നറിയാമോ? അദ്ദേഹം ഒരു ദിവസം രാവിലെ തന്റെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം നിറഞ്ഞു നിന്നിരുന്ന ഗോശാലയ്ക്കകത്ത് പശുക്കളൊന്നുമില്ല. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയപ്പോൾ മുന്തിരിയില് ഒരു
ഒലിവിന്റെ വൃക്ഷത്തിൽ ഫലം കാണുവാനില്ല. ദൈവം സൂക്ഷിച്ച പ്രവാചകനെ നോക്കുക, തന്റെ മുഖം വാടുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുപോലുള്ള അനുഭവങ്ങളെ കൂടെ ദൈവം കടത്തി വിടുന്നു. എന്നിട്ട് ദൈവം സൂക്ഷിച്ച് നോക്കുക, നമ്മുടെ മുഖവും വാടുന്നുണ്ടോ? എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നാം പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവത്തിലാണോ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളിലാണോ എന്ന് അറിയുവാൻ. ദൈവത്തിന് അറിയണം തന്റെ കൂടെ ഉള്ളവർ ആരാന്നുള്ളത്. അതുപോലെ ഈ ലോകത്തിലുള്ളത് കിട്ടുവാനല്ല നാം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയും വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ പിന്നാലെ പോകുക. യഥാർത്ഥമായിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാല് നമ്മുടെ കയ്യിൽ അധികമൊന്നും കാണുകയില്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഗോസ്പൽ അല്ല റിയൽ ഗോസ്പൽ. യഥാർത്ഥ സുവിശേഷം കർത്താവായ യേശുവിനെ സകലതും വിട്ട് അനുഗമിക്കുകയാണ്. അതൊന്നും കിട്ടാൻ വേണ്ടിയല്ല. ഈ മാർഗം കിട്ടുന്ന മാർഗമല്ല, ഈ മാർഗം കൊടുക്കുന്ന മാർഗം. കർത്താവിന് നമ്മുടെ പണത്തെക്കാളൊക്കെ ഉപരി കർത്താവിന് വേണ്ടിയത് എന്താണെന്നറിയാമോ? നമ്മെ. കർത്താവിന് നമ്മളെ ആവശ്യം. നമ്മളെ കൊടുക്കാതെ നമ്മുടെ എന്ത് കൊടുത്തിട്ടും അതുകൊണ്ട് കർത്താവിന് ഗുണമാണ്. ഹാബേലിലും ഹാബേലിന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചത്. ഹാബേൽ കൊണ്ടുവന്ന യാഗത്തിന്റെ പുറകില് ഹാബേലാണ്. ദൈവം ഹാബേലിനെ ആദ്യം നോക്കിയത്, അത് കഴിഞ്ഞിട്ട് ആ യാഗത്തെ നോക്കി. ഹാബേൽ ദൈവത്തിന് ഇല്ലെങ്കിൽ പിന്നെ അവരുടെ യാഗം കൊണ്ട് എന്ത് പ്രയോജനം? ഈ ദിവസങ്ങളിൽ നമ്മള് ദൈവത്തിന് വേണ്ടിയത് അത് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കും. ഞാൻ പറയും, ലോകത്തിന് വേണ്ടി ഓടുവാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ സമ്പൂർണമായി കർത്താവിന് വേണ്ടി വിൽക്കപ്പെടുവാൻ അല്ലെങ്കിൽ കൊടുക്കപ്പെടുവാനായിട്ട് ചില ജീവിതങ്ങളെ കർത്താവിന് ആവശ്യമാണ്. കാരണം അവരിലൂടെയാണ് ഈ രാജ്യം കർത്താവ് സ്ഥാപിച്ചെടുത്തത്. അപ്പോസ്തലന്മാരെ സംബന്ധിച്ചാൽ അവര് പോകുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ഒന്നുണ്ട്, കർത്താവായ യേശുവിന്റെ നാമം ഞങ്ങൾക്കുണ്ട്. ആ നാമം നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. നമുക്ക് കർത്താവിന്റെ നാമം വെളിപ്പെട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കൂടെ നടക്കണം, അല്ലാതെ വെളിപ്പെട്ട് കിട്ടില്ല. ഇസ്രായേൽ മക്കൾക്ക് ദൈവം തന്റെ നാമം വെളിപ്പെടുത്തി കൊടുത്തത് അവരുടെ ഈ ജീവിതയാത്രയില്ല. മിസ്രൈം ദേശത്ത് നിന്നിരുന്നെങ്കിൽ യഹോവ റാഫ എന്ന് പറയുന്ന നാമം അവർക്ക് വെളിപ്പെടുകയില്ല. അവർ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിക്കണം അല്ലെ? അവരുടെ മുമ്പില് പരീക്ഷണങ്ങൾ വന്നു ആ നാമം വെളിപ്പെടുന്നതിന് മുമ്പ് അല്ലെ? മെരിബ വെള്ളത്തിങ്കൽ അല്ലെങ്കിൽ മാറയിൽ വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 3 ദിവസമായി വെള്ളം കുടിക്കാനില്ല, യാത്ര ചെയ്ത് നടന്നു പോവുകയാണ്. കിട്ടിയ വെള്ളമോ കുടിക്കാൻ കഴിയാത്തതോ നമ്മുടെ വായിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? ഇസ്രായേൽ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പെറുപെറുക്കുക. ദൈവത്തിന്റെ നാമം വെറുതെ വെളിപ്പെടുകയില്ല. പരീക്ഷണങ്ങളെ ജയിക്കുമ്പോഴാണ് ദൈവത്തിന്റെ നാമം വെളിപ്പെടുക. അബ്രഹാമിന് യഹോവ ഈരെ എന്ന് പറയുന്ന നാമം വെളിപ്പെട്ടത് ഭവനത്തിൽ ഇരുന്നപ്പോഴല്ല, ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ. ഇസക്കേലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നില്ല ആലയത്തിന്റെ പണി. പക്ഷെങ്കില് താൻ ആലയത്തിന്റെ പണിക്കായിട്ട് തന്നെ അല്ലെങ്കിൽ ആ യഥാസ്ഥാനത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് യഹോവ ഷമ്മ എന്ന് പറയുന്ന നാമം വെളിപ്പെട്ടു. ദൈവത്തിന്റെ നാമം നമുക്കും വെളിപ്പെടണം. ഈ കാലഘട്ടത്തിലും യേശുവിന്റെ നാമം വെളിപ്പെടാതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാമം അല്ല റിവീൽ ആവേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വ്യക്തികളായിരിക്കുന്ന നാം പുറകിലേക്ക് ഇറങ്ങണം, കർത്താവ് യേശു മുമ്പിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കിവിടെ ഒന്നും കെട്ടിപ്പടുക്കാനില്ല, ദൈവത്തിന്റെ രാജ്യമാ പണിയുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ്. ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവത്തിന്റെ മക്കളെയും ദൈവം ആക്കിയിരിക്കുന്ന കർത്താവിന്റെ സഭയുടെ കൂട്ടുവേലക്കായിട്ടാണ്. കർത്താവ് അപ്പോസ്തലനെ പോലെ ഞങ്ങൾ കൂട്ടുവേലക്കാരെന്നാ പറയുന്നത്. കർത്താവിന് പെർഫെക്റ്റ് ഡിസൈൻ ഉണ്ട്.
മോശയോട് ദൈവം പറഞ്ഞത്, ഞാൻ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം തന്നെ ഈ ആലയം പണിയുവാൻ അല്ലെങ്കിൽ കൂടാരം പണിയുവാൻ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു ആലയം പണിയുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ആലോചന പ്രകാരവും ദൈവത്തിന്റെ ഹിതപ്രകാരവുമേ നമ്മുടെ ആലയം പണിയുവാൻ കഴിയത്തുള്ളൂ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ അവകാശമില്ല പ്രിയ ദൈവമക്കളെ. ദിവസങ്ങളിൽ നാം ക്രമീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. നാം ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ശുദ്ധീകരണത്തിനായി കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവം. നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിലാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, അവൻ ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലൻ ഉറപ്പിക്കുന്നതിന് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉറപ്പിക്കുക. ഒറ്റ റീസണാ. എന്തിനാ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതെന്ന് അറിയാമോ? ദൈവരാജ്യത്തിൽ കടക്കുക. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യം കാണണം, ദൈവരാജ്യത്തിൽ കടക്കണം, ദൈവരാജ്യം അവകാശമാക്കണം. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് ഒരു യാത്ര ചെയ്തു. അനേക പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച മുഴുവൻ പേരും അവിടെ എത്താൻ ഇടയായില്ല. വളരെ വേഗത്തില് 12 പേരുടെ കാര്യം പറയാം. 12 പേര് കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയി. പേരും കണ്ടത് ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. 10 പേര് കണ്ടത് ഒന്ന്, 2 പേര് കണ്ടത് വേറൊന്ന്. തിരിച്ചു വന്ന് 10 പേരും ഒരു റിപ്പോർട്ട് കൊടുത്തു. അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. ദേശം മനുഷ്യരെ വിഴുങ്ങുന്ന ദേശമാണ്. അതികായന്മാരാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ വെട്ടുകിളികളെ പോലെ. നമ്മുടെ ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ അതെല്ലാം സത്യം തന്നെ. കാരണം അനാക്യ മല്ലന്മാർ അവിടെ ഉണ്ട്. കാലേബ് പറയുന്നുണ്ട്, ആ ദേശം എന്റെയാ, പഴയ പോലെ എനിക്ക് ഇപ്പോഴേ പ്രായമുണ്ട്, ഞാൻ അവരെ കൊന്നോളാം എന്ന് പറഞ്ഞു. അനാക്യ മല്ലന്മാർ അവിടെ ഉണ്ട്, സത്യം. പക്ഷേ ആ സത്യത്തെക്കാൾ ഉപരിയായിരിക്കുന്ന സത്യമാണ് ദൈവത്തിന്റെ വചനം. ദൈവം അവരോട് പറഞ്ഞത്, അവരെ നീക്കം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ആ ദേശം തരാം. ഇവർ കണ്ടത് എന്താണെന്നറിയാമോ? ഇവർ ഈ കണ്ണുകൊണ്ടല്ല കണ്ടത്, വേറെ കണ്ണുണ്ട്, വിശ്വാസ കണ്ണെന്ന് പറയും. അവിടെ മരിച്ചു കിടക്കുന്ന അനാക്യ മല്ലന്മാരെ അവർ കണ്ടത്. ദേശം ഇവർക്ക് കീഴടങ്ങിയിരിക്കുന്നത് അവർ കണ്ടത്. അവരവിടെ വാഴുന്നത് അവർ കണ്ടത്. പ്രിയ മക്കളെ, നമ്മുടെ ഈ കണ്ണുകൊണ്ട് പലതും നമ്മൾ കാണും. അത് യാഥാർത്ഥ്യമല്ലെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കും. അത് രോഗത്തിന്റെ വിഷയത്തിലായാലും അങ്ങനെ തന്നെ, നമ്മുടെ മുമ്പിലുള്ള ഏത് വിഷയമായാലും അങ്ങനെ തന്നെയാണ്. കാരണം ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ സത്യമായി. നമുക്ക് 2 സത്യം പറ്റുകയില്ല, ഒരു സത്യമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം സത്യമാണ്. ദൈവത്തിന്റെ വചനം സത്യം അല്ലെങ്കിൽ പിന്നെ ഇതും കൊണ്ട് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് ഭോഷ്ക് പറയുന്നവനാണെങ്കിൽ പിന്നെ ആ കർത്താവിനെ സേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവിന് ഭോഷ്ക് പറയാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനത്തിന് ഭോഷ്കാകാൻ കഴിയുകയില്ല. ഇത് സത്യമാണ്. നാം കാണുന്നത് വേറൊന്നാണെങ്കിലും ഇത് സത്യമാണ്. അതുകൊണ്ട് ആ 2 കൂട്ടരെ അവിടെ കയറിയുള്ളൂ. നാം വിശ്വാസ കണ്ണാൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതേ നാം അവകാശമാക്കത്തുള്ളൂ. നമുക്കിന്ന് ഈ ദേശത്തെ കാണുമ്പം കീഴടക്കാൻ പറ്റാത്തൊരു ദേശം അങ്ങനല്ല കാണുന്നത്. ഇവിടെ വെറുതെ അല്ല നമ്മെ അവിടെ ആക്കിയിരിക്കുന്നത്. നമ്മൾ ആക്സിഡന്റ് അല്ല, ഇവിടെ ദൈവം ഇവിടെ ആക്കി. അങ്ങനെയാണെങ്കിൽ ഈ ദേശത്തെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. അത് വിശ്വസിക്കുന്നവരാണ് നടക്കുന്നത്. വിശ്വസിക്കുമ്പോഴുണ്ടല്ലോ ദൈവം നമ്മളെ അതിലൂടെ നടത്തും. പക്ഷെങ്കില് ഇവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യം ഒരു ഈസി റോഡല്ല. നമ്മുടെ മുമ്പിൽ കർത്താവിന്റെ പാത ഈസി റോഡാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ബൈബിളിനകത്തുള്ളതല്ല. ഇത് കഷ്ടതയുടെ മാർഗമാണ്. കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് പ്രകാരമാണ്, ഞാൻ കഷ്ടം അനുഭവിച്ച് നിങ്ങൾക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഇത് പ്രതികൂലത്തിന്റെ പ്രയാസത്തിന്റെ മാർഗമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, റോമാലേഖനം 14-ാം അധ്യായം എടുക്കണമെന്നില്ല. 14-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, ദൈവരാജ്യത്തിൽ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, പരിശുദ്ധാത്മാവുള്ള സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഹബക്കൂക്കിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പുറത്തിറങ്ങി നോക്കിയപ്പം ഇതൊന്നും കണ്ടില്ല, പക്ഷെ തന്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിച്ചു. ആമേൻ. ഈ കാലഘട്ടത്തിലും നമുക്കുള്ളത് കൊണ്ടല്ല നമ്മൾ സന്തോഷിക്കുന്നത്.
നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വിഷയങ്ങളിലല്ല നമ്മൾ സന്തോഷിക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായിരിക്കും ഒരു നഗരത്തെ കണ്ടുകൊണ്ടാണ് നാം സന്തോഷിക്കുന്നത്. വാട്ടും മാലിന്യവുമില്ലാത്ത ഉത്തമമായ ഒരു അവകാശത്തെ കണ്ടുകൊണ്ടാണ് നാം സന്തോഷിക്കുന്നത്. അത് കാണാൻ കഴിയുന്ന ദൈവമക്കളാണ് ദൈവരാജ്യത്തിൽ വാഴുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്ന് നമ്മളെ ചിലത് കാണും, നാളെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇന്ന് ചില ജീവിതങ്ങൾ നമ്മളെ സ്നേഹിക്കും, നാളെ സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊന്നും ശാശ്വതമല്ല. എന്നാൽ ശാശ്വതമായ ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം, അതൊക്കെയുള്ളൂ ശാശ്വതമായിരിക്കുന്നത്. ഈ സൂര്യൻ എന്നെ അസ്തമിക്കുന്നതെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ ബൈബിള് മാത്രമല്ല ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ പ്രകൃതിയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യോബിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ മരങ്ങളോട് പോയി ചോദിക്കുക, മൃഗത്തോട് പോയി ചോദിക്കുക, അത് നിന്നെ ഉപദേശിക്കുന്നു പറയുന്നു. ഈ പ്രകൃതി മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സൂര്യൻ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് വിശക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, വിശപ്പില്ലാത്തവരായിട്ട് ദൈവം ഒന്ന് സൃഷ്ടിച്ചിരുന്നെങ്കിൽ പങ്കപ്പാടൊന്നുമില്ല, ജോലിയും ചെയ്യണ്ടായിരുന്നു. വിശപ്പ് വേണം. ഏതായാലും ഇത്ര അതിശയവും ഭയങ്കരമായി നമ്മെ സൃഷ്ടിച്ചു. അപ്പൊ പിന്നെ ആ വിശപ്പും കൂടെ അങ്ങ് ഇല്ലാതാക്കി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ശക്തി പ്രാപിക്കുന്ന ഒരു ഇതായിരുന്നെങ്കിൽ ഇല്ല. വിശപ്പ് ഒരു മെസ്സേജാണ്. നമുക്ക് ഈ ശരീരത്തിന് വിശപ്പുള്ളതുപോലെ അകത്തെ ആത്മമനുഷ്യനും വിശപ്പുണ്ട്. കുറച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള വിശപ്പ് തന്നെ അയക്കുന്ന. അത് നമ്മളോട് ദൈവത്തിന്റെ ഒരു ആലോചനയാണ് ഈ വിശപ്പ് എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ആലോചന, ഈ ലോകരാജ്യം അസ്തമിക്കും. എന്നാൽ ഒരു നീതി സൂര്യനുണ്ട്. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു സൂര്യനുണ്ട്. അസ്തമിക്കാത്തൊരു പ്രകാശമുണ്ട്. അത് വേഗം വരും. ഈ കാണുന്നതെല്ലാം അസ്തമിക്കുന്നത്. ഇതല്ല നിത്യമായിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതാ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൃഷ്ടി എവിടോട്ടായിരിക്കുന്നത്? കൊളോസ്യ ലേഖന കർത്താവ് നമ്മോട് പറയുന്നത് പോലെ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ മാനുഷികമായിരിക്കുന്ന ചട്ടങ്ങളായിരിക്കുന്ന പിടിക്കരുത്, രുചിക്കരുത് എന്നിവരിക്കുന്ന ചട്ടങ്ങൾക്ക് കീഴടങ്ങുന്നത് ജഡാഭിലാഷം അതിനെ അടക്കുവാൻ കഴിവുള്ളതല്ല. പക്ഷെ ഈ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ദൃഷ്ടി വേറെ സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ ദൃഷ്ടി എവിടെ ഇരിക്കുന്നു അവിടേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് പെട്ടെന്ന് തോന്നി മോട്ടോർ സൈക്കിളിന്റെ ലൈസൻസ് എടുക്കണം. അതിന് ഞാൻ പോയി, നല്ലൊരു ഉപദേശമാണെന്ന് വിചാരിക്കേണ്ട, അബദ്ധം പറ്റിയത്. എനിവേ മോട്ടോർ സൈക്കിൾ ലൈസൻസ് പോയി എടുക്കാൻ പോയപ്പോൾ ആ ഇൻസ്ട്രക്ടർ ഒരു കാര്യം പറഞ്ഞു, നീ വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് നീ ലെഫ്റ്റിലേക്ക് തിരിയാണെങ്കിൽ നീ ഇവിടെ നോക്കരുത്, അവിടെ നോക്കണം. നീ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നീ അറിയാതെ തന്നെ നിന്റെ ദൃഷ്ടി എവിടെ ഇരിക്കുന്നോ അവിടേക്ക് നിന്റെ കൈകള് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചലിച്ചോളുന്നു. നമ്മുടെ കണ്ണ് എവിടെ ആയിരിക്കുന്നു അവിടേക്ക് അതിനനുസരിച്ച് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ആയിക്കൊള്ളുന്നു. അതൊരു ദൈവവേദനൊന്നുമല്ല, പക്ഷെ ഒരു ദൈവിക സത്യമാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ദൃഷ്ടി എവിടെ ഇരിക്കുന്നോ അവിടത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നു. നമ്മൾ ഈ ലോകരാജ്യത്തിൽ പ്രത്യാശ വെച്ചാൽ നമ്മൾ ഇതിനോട് കൂടെ കെട്ടണം. ദൈവത്തിന്റെ രാജ്യത്തെ നമ്മൾ കാണുകയാണ്. നമ്മൾ സ്നാനപ്പെട്ടവരായിരിക്കാം, പക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നതായെങ്കിൽ നാം ദൈവരാജ്യത്തിൽ കടക്കുകയാണ്. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസമാണ് നമ്മെ അവിടെ എത്തിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കണമെങ്കിൽ കർത്താവ് യേശുവിനെ അറിയണം. മോശ ദൈവശബ്ദം കേട്ടവനാ, പക്ഷെ മോശയുടെ പ്രാർത്ഥന ചെയ്ത ദൈവമേ ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകണമേ, നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. നാം അറിയേണ്ടതുപോലെ നമ്മുടെ ദൈവത്തെ അറിഞ്ഞാൽ ഈ ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. ഞാൻ പറയട്ടെ, നമ്മൾ അനേക ലോജിക്കുകൾ തെറ്റിയ ദൈവത്തെ സേവിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മൾ പലപ്പോഴും, ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയാം, നമ്മൾ പലപ്പോഴും അതരം കൊണ്ട് ദൈവമായിട്ട് അടുത്തുണ്ട്, പക്ഷെ യാഥാർത്ഥ്യം എത്രയോ അകലെയാണെന്ന് അറിയാം. വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. കർത്താവ് നമുക്ക് പുതിയ നിയമത്തിൽ ഒരു കൽപ്പന തന്നിട്ടുണ്ട്. നാം ദൈവത്തെ സ്നേഹിക്കണം,
അല്ലേ? കഴിഞ്ഞ് അടുത്ത ഒരു കൽപ്പന തന്നിട്ടുണ്ട്. അത് ഒന്നാമത്തേതിനോട് സമമെന്നാണ് പറഞ്ഞത്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നിനക്ക് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാനൊരു വ്യക്തമായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആലോചന പറയാം. നാം ആയിരിക്കുന്ന കൂട്ടായ്മയിൽ തമ്മിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല എങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണെന്ന് ദൈവത്തിന് നമ്മൾ പഠിപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ എളുപ്പമല്ല. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എളുപ്പമല്ല. പക്ഷേ അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. അത് പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുവാനുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അത് ജീവിക്കാനുള്ളത്. ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷെ അതിന് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ അത് സാധിക്കും. ആത്മാവിനെ നമ്മൾ ഈൽഡ് ചെയ്ത് കൊടുക്കും. അല്ലേ? ഇടത്തെ ചെകിട് അടിക്കുന്ന വലത്തെ ചെകിട് കാണിച്ചു കൊടുക്കുന്നത് എളുപ്പമാണ്. ഒരു ദിവസത്തെ കാര്യമല്ല പറഞ്ഞത്. 10 പ്രാവശ്യം ട്രൈ ചെയ്തേക്കാം. വളരെ വേഗത്തിൽ ചുരുക്കുക. കർത്താവിന്റെ ഉപദേശങ്ങൾ മാനുഷികമായ നിലയിൽ നമുക്ക് നിരക്കുന്നതല്ല. അത് ചെയ്യാൻ നോക്കിയാൽ നടക്കുന്നതുമല്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ എന്റെ ദൈവത്താൽ സാധിക്കും നാം വിശ്വസിച്ചാൽ അത് നടക്കും. നാം ശുദ്ധീകരിക്കപ്പെടുമോ? നാം വിശ്വസിച്ചാൽ നടക്കും. എനിക്ക് എന്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ കഴിയത്തില്ലേ? കർത്താവിനാൽ എനിക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് നടക്കും. വിശ്വസിക്കുന്നവരാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ തലം വേറൊരിടത്തേക്ക് മാറണം. നമ്മുടെ ശുദ്ധീകരണം വളരെ ആവശ്യം. ശുദ്ധീകരിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ശുദ്ധീകരിക്കപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. സ്വർണമൊക്കെ വെട്ടിയെടുക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് പോയി ആരുടെ കൊടുത്താൽ ആരും ഉപയോഗിക്കില്ല. അതൊരു ശുദ്ധീകരണത്തിൽ കൂടെ കടത്തി വിട്ടാൽ മാത്രമേ അത് ആഭരണമായിട്ട് തീരത്തുള്ളൂ. ആദ്യം ആൾക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ശരിയല്ലേ? മനുഷ്യരായിരിക്കുന്ന നാം അത്രയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്രമാത്രം ശുദ്ധീകരണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ഞാൻ കൺക്ലൂഡ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങും. ദൈവരാജ്യമായിരിക്കണം നമ്മുടെ കൺസെപ്റ്റ്. കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് ആ രാജ്യത്തിന് വേണ്ടിയാണ്. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് വേറെ ഒരു ഉപദേശം നമുക്ക് തന്നിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ ഉപദേശം അല്ലെങ്കിൽ പ്രസംഗം, കർത്താവ് യേശുവിന്റെ പ്രസംഗം, ശിഷ്യന്മാരുടെ പ്രസംഗം എല്ലാം ഒരുപോലെ ഒരൊറ്റ വിഷയമാണ്. നാം രാജ്യത്തിലേക്ക് കടന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസന്മാരുടെ ഉള്ളത്തിൽ ദൈവം പ്രേരണ കൊടുത്തിട്ട് ഇപ്രകാരം ഒരു കാര്യം ചെയ്യുവാൻ ദൈവം ഇടയാക്കി തോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അപ്പ അങ്ങയുടെ ജനം വിടുതൽ പ്രാപിക്കുവാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഈ കാലഘട്ടങ്ങളിൽ കർത്താവേ, ഓ സ്തോത്രം കർത്താവേ, സ്വന്തം കാര്യമല്ല ദൈവത്തിന്റെ കാര്യം നോക്കുന്ന ജീവിതങ്ങൾ എഴുന്നേൽക്കുവാൻ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വേർപെട്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ എഴുന്നേൽക്കുവാൻ, ലോകത്തിന്റെ മായയിൽപ്പെട്ട് ഉഴലാത്തവർ എഴുന്നേൽക്കുവാൻ കാരണം കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ ജനത്തെ ഒരുക്കുമാറാകണമേ. അതിനായിട്ട് ഞങ്ങളുടെ ദാസന്മാരെ അഭിഷേകം ചെയ്യുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ അതിനായിട്ടടികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച എന്റെ ദൈവം, ഞങ്ങളുടെ രാജ്യം മാത്രം നോക്കി ജീവിക്കുന്ന ജീവിതങ്ങൾ കർത്താവേ, അവർക്ക് ലോകം യോഗ്യമായിരുന്നില്ല കർത്താവേ. അവർ വിശ്വാസത്താൽ നീതി നടത്തി, രാജ്യങ്ങളെ അടക്കി, അവർ വാണു, അവർ തീയുടെ ബലത്തെ കെടുത്തി, മരിച്ചവരെ അവർക്ക് മടക്കി ലഭിച്ചു, രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ പുറത്തായി. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു, വിടുതൽ പ്രാപിച്ചു. ഈ ദിവസങ്ങളിൽ അതുപോലുള്ള ദൈവപ്രവൃത്തി ഞങ്ങളുടെ മധ്യേ നടക്കുവാനൊക്കെ വേണം കർത്താവേ. ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കുമാറാകണം. കർത്താവിന്റെ ദാസന്മാരെ അഭിഷേകം ചെയ്യുമാറാകണം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മ അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവിനായി ബലപ്പെടുത്തണം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയുടനായി സ്തോത്രം.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. Amen. Praise the Lord.